ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ലേണിംഗ് ബ്രിഡ്ജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാം ക്ലാസ്സിലെ അക്കൗണ്ടൻസിയിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് അക്കൗണ്ട്സിനെ തരം തിരിക്കുന്ന അതിലെ മോഡേൺ അപ്രോച്ച്. രണ്ട് രീതിയിലുള്ള അപ്രോച്ചുകൾ ഉണ്ട്. ഒന്ന് ഗോൾഡൻ റൂൾ ആണ്, രണ്ടാമത്തേതാണ് മോഡേൺ അപ്രോച്ച്. നമുക്ക് നോക്കാം, മോഡേൺ അപ്രോച്ച് പ്രകാരം നമ്മൾ എങ്ങനെയാണ് അസറ്റ്സ്, അതായത് അക്കൗണ്ടുകളെ, വിവിധ തരത്തിലുള്ള അക്കൗണ്ടുകളെ എങ്ങനെയാണ് നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ മോഡേൺ അപ്രോച്ച് പ്രകാരം 5 തരത്തിലാണ് അക്കൗണ്ടുകൾ ഉള്ളത്. 1 അസറ്റ്സ്, 2 ലയബിലിറ്റീസ്, 3 ക്യാപിറ്റൽ, 4 ഇൻകംസ്, 5 എക്സ്പെൻസസ്. ആദ്യം അസറ്റ്സ്. അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകംസ്, ഇത് മൂന്നിനും സെയിം റൂളാണ് വരുന്നത്. ലയബിലിറ്റിയോ ക്യാപിറ്റലോ ഇൻകമോ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. കണ്ടോ, നിങ്ങൾ ഇത് മൂന്നും ശ്രദ്ധിച്ചു നോക്കൂ. മൂന്നിലും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുമ്പോൾ മൂന്നും ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. എക്സ്പെൻസസും അസറ്റ്സും ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് വരും. അസറ്റ്സും എക്സ്പെൻസസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോ ഒന്നും കൂടി നമുക്ക് നോക്കാം. അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ഇൻകംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇത് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, അസറ്റ്സും എക്സ്പെൻസസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഡിക്രീസ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് വരിക, ക്രെഡിറ്റ് ചെയ്യുന്നത്. ലയബിലിറ്റിക്കും ക്യാപിറ്റലിനും ഇൻകംസിനും സെയിം റൂളാണ്. അതായത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഈ ഓരോ ടൈപ്പ് അക്കൗണ്ട്സിനെയും ഏതെങ്കിലും ഒരു കാര്യം, അതായത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുമെന്ന് പഠിച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടതെന്ന്. അതേപോലെ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അത് പഠിച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടതെന്ന്. അസറ്റ്സിനും എക്സ്പെൻസസിനുമാണ് സെയിം കാര്യങ്ങൾ ഉള്ളത്. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, ഇത് മൂന്നിനും സെയിം കാര്യങ്ങളാണുള്ളത്. അപ്പോ ഈ ഒരു 5 കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഇനി ഈ 11ാം ക്ലാസ്സിലെ അക്കൗണ്ടിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് നമ്മൾ തറവായി പഠിച്ചു വെക്കണം. ഇതിന് പിന്നിൽ മറ്റ് ലോജിക്കുകൾ ഒന്നുമില്ല. അതായത് എന്തുകൊണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഇതങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇനി മുന്നോട്ടുള്ള അക്കൗണ്ടിങ്ങിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു മോഡേൺ അപ്രോച്ച് തറവാക്കി വെക്കുക. ഇത് സത്യം പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിലെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മോഡേൺ അപ്രോച്ച് ആണിത്. അസറ്റ്സും എക്സ്പെൻസസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് ഇൻകംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ചെയ്യണം. താങ്ക് യു.